പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നലെ ഈ സമയത്ത് വേടൻ വന്ന് തകർക്കുന്ന നിമിഷമാണ്. വേടൻ നിലപാടുകൾ തുറന്നു പറയുകയും നമ്മളെ ഹൃദയം കൊണ്ട് വേടൻ സംസാരിക്കുകയും ചെയ്യുന്ന നിമിഷമാണ്. വേടൻ അപ്പോൾ പറഞ്ഞു പോകുന്നൊരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ ജാതിയില്ല എന്ന് പറയുന്നത് എപ്പോഴും ജാതിയുടെ പ്രിവിലേജുകൾ, സൗകര്യങ്ങൾ അനുഭവിച്ച മനുഷ്യനാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ഞങ്ങളുടെ TV പ്രസാദ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സെക്രട്ടേറിയറ്റിൽ പട്ടികജാതിക്കാരിയെ സ്ഥലം മാറ്റിയതിന് പിന്നാലെ ശുദ്ധികലശം നടത്തിയെന്ന് പരാതി. ഭരണാനുകൂല സർവീസ് സംഘടനാ നേതാവിനെതിരെയാണ് പരാതി. ജീവനക്കാരിയെ സ്ഥലം മാറ്റിയതിനു പിന്നാലെ ഇവർ ഉപയോഗിച്ച മേശയും കസേരയും മാറ്റിയെന്നാണ് ആരോപണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രേമാനന്ദ് തെക്കുംകരയ്ക്കെതിരെയാണ് പരാതി. ഓഫീസ് അറ്റൻഡർ SC/ST കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി TV പ്രസാദ് ചേരുന്നു. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, ഇത് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? നമ്മുടെ ഈ പ്രേമാനന്ദ് പറയുന്നത് എന്താണ്? അരുൺ, ഗുഡ് മോർണിംഗ്. പരാതി വ്യാജമാണ് എന്നാണ് പ്രേമാനന്ദ് പറയുന്നത്. പ്രേമാനന്ദിനോട് സംസാരിച്ചത് കൊണ്ടാണ്, പ്രേമാനന്ദിൻ്റെ വേർഷൻ അദ്ദേഹത്തിൻ്റെ പേര് കൂടി പറയുന്നത് കൊണ്ടാണ് അത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പരാതി വ്യാജമാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, പുരോഗമനപരമായ കാഴ്ചപ്പാടും ജനിച്ചു വളർന്നവനാണ് എന്നാണ് പ്രേമാനന്ദിൻ്റെ വിശദീകരണം. ഇനി സംഭവത്തിലേക്ക് വന്നാൽ, ഈ കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് അരുൺ സംഭവം നടക്കുന്നത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽ പെട്ടവരാണ് ഈ ജീവനക്കാരികളെല്ലാം. പ്രേമാനന്ദും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതാവുമാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല സർവീസ് സംഘടനയാണ് ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ. ഇതിൽ ഈ പറയുന്ന അവിടുത്തെ കുറച്ച് വനിതാ ജീവനക്കാരികൾക്കെതിരെ ഈ പ്രേമാനന്ദൻ നേരത്തെ തന്നെ മോശമായ രീതിയിൽ അവർക്കെതിരെയുള്ള പ്രചരണം നടത്തി എന്ന ആരോപണം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് ഈ വനിതകൾ പരാതിയും നൽകി. പക്ഷേ ആ പരാതിയിൽ സംഘടന നടപടിയെടുത്തില്ല. അതിൻ്റെ ഭാഗമായി അതിൻ്റെ മേഖലാ കൺവീനർ ഈ സംഘടനയിൽ നിന്ന് തന്നെ രാജിവെച്ച് പോകുന്ന സ്ഥിതിയും ഉണ്ടായി. അങ്ങനെ സംഘടനാപരമായ ഒരു വിഷയം അവർ തമ്മിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരെ സ്ഥലം മാറ്റുന്നതിന് വേണ്ടി പ്രേമാനന്ദൻ നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നു എന്ന ആരോപണവും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഓഫീസ് അസിസ്റ്റൻറ്റിന് പ്രത്യേകം ഒരു ഇരിപ്പിടമില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ പക്ഷേ ഉപയോഗിച്ചിരുന്ന മേശയും കസേരയും ഇട്ടിരുന്ന സ്ഥലത്ത് അവരുടെ ബാഗ് പോലെയുള്ള എന്തോ സാധനങ്ങളെന്ന് മറന്നു വെച്ചു. ഈ ട്രാൻസ്ഫർ ആയതിനു ശേഷം അത് തിരിച്ചെടുക്കാൻ എത്തിയപ്പോഴാണ് പ്രേമാനന്ദൻ ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ആ ജീവനക്കാരി തൻ്റെ പരാതിയിൽ പറയുന്നത്. അതായത്, ഇവിടെ നിങ്ങളെ ശുദ്ധികലശം ചെയ്തിട്ടാണ് പുറത്താക്കിയത് എന്ന് പ്രേമാനന്ദൻ പറഞ്ഞു എന്നാണ് ജീവനക്കാരി പറയുന്നത്. കൂടെയുള്ള ജീവനക്കാരികളും അത് കേട്ടതായും SC/ST കമ്മീഷന് കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട്. SC/ST കമ്മീഷൻ ഇത് വളരെ ഗൗരവമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ കന്റോൺമെൻറ്റ് പോലീസിനും നോട്ടീസ് നൽകിയിട്ട് 20 ദിവസത്തിനകം അതിൻ്റെ മറുപടി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന് പ്രേമാനന്ദ് പറയുന്നു. പക്ഷേ പരാതിക്കാരിയായ ജീവനക്കാരി ഇതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം വാസ്തവമാണ്. ഇതിനി തെളിയിക്കേണ്ടത് പോലീസും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുമാണ്. ഓക്കെ, താങ്ക് യു TV പ്രസാദ്. നമ്മുടെ മുന്നിൽ ആ കത്തുണ്ട്, ആ കത്തിലുള്ള പരാതിയുണ്ട്. ആ പരാതി ഇപ്പോൾ കമ്മീഷൻ അന്വേഷിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പ്രേമാനന്ദ് പറയുന്നത്. അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടട്ടെ. അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ അത് നാണക്കേടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി അങ്ങനെ നടന്നിട്ടില്ലെങ്കിലോ വ്യാജ പരാതി എന്തിനു വന്നു എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്.